ഹലോ നമസ്കാരം, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. SSLC വിദ്യാർത്ഥികൾക്ക് IT പരീക്ഷ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് ഒരുപാട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളവും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളവും ഈ IT എക്സാമായി ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം മറ്റ് സബ്ജക്റ്റുകൾ പോലെയല്ല, IT-യിൽ ഇപ്പോൾ എന്താണ് ഇത്രയും കാലം പഠിച്ചതെന്നോ ഇനി എന്താണ് പരീക്ഷയിൽ ചെയ്യാൻ പോകേണ്ടതെന്നോ ഒരുപാട് കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഒരു ധാരണയുമില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം നമുക്ക് വളരെ ചുരുങ്ങിയ അവസരങ്ങളിൽ IT സ്കൂളിലൊക്കെ പ്രാക്ടിക്കലൊക്കെ ചെയ്യാനുള്ളൊരു സമയം കിട്ടാറുള്ളൂ. കിട്ടുന്നത് തന്നെ നമുക്ക് ചെയ്ത് പഠിക്കാനുള്ളൊരു സമയമൊന്നും കിട്ടാറുമില്ല. ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ആശ്വാസമുള്ള, നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു സമാധാനം തരുന്ന ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത്. IT-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ ലഭിക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറന്നു പോകരുത്. ഇനി ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല, എല്ലാ വർഷവും IT ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ കുട്ടികൾക്ക്, അല്ലേ? പക്ഷേ IT-യുടെ റിസൾട്ട് വരുമ്പോൾ, അതായത് SSLC പരീക്ഷ റിസൾട്ട് വരുമ്പോൾ IT പരീക്ഷയിലായിരിക്കും ഏറ്റവും അധികം കുട്ടികൾക്ക് A+ ലഭിച്ചിട്ടുണ്ടാവുക. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അങ്ങനെയാണ്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയോ? അതിന് ചില കാര്യങ്ങളുണ്ട്. എല്ലാ വർഷവും ഇതേപോലെ തന്നെ കുട്ടികൾക്ക് ഈ ഒരു പരീക്ഷ എടുക്കുമ്പോൾ, ഒരു മോഡൽ പരീക്ഷ ആകുന്നത് വരെയൊന്നും വലിയ ധാരണയൊന്നും ഇതിനെക്കുറിച്ച് ഉണ്ടാവില്ല. IT ചെയ്യേണ്ടതിനെക്കുറിച്ചോ പ്രാക്ടിക്കൽ ചെയ്യേണ്ടതിനെക്കുറിച്ചോ തിയറിയെക്കുറിച്ചോ. പക്ഷേ IT മോഡൽ പരീക്ഷ കഴിയുന്നതോട് കൂടിയിട്ട് കുട്ടികൾ മറ്റൊരു ട്രാക്കിലേക്ക് മാറാൻ തുടങ്ങും. ഈ IT മോഡൽ പരീക്ഷ അറ്റൻഡ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണം, IT മോഡൽ പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളിൽ വലിയ ഒരു ശതമാനം ചോദ്യങ്ങളും ആ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ മാറ്റങ്ങളോട് കൂടിയിട്ട് പബ്ലിക് എക്സാമിനും IT പബ്ലിക് എക്സാമിനും വരാറുണ്ട്. അല്ലെങ്കിൽ ആ ഉത്തരം വരുന്ന ആ ഏരിയകളും മറ്റുമൊക്കെ ഏകദേശം പബ്ലിക് എക്സാമിനും വരാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതായത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴുള്ള നിങ്ങൾക്ക് ലഭിക്കുന്ന 15 തിയറി ചോദ്യങ്ങളിൽ അതേപോലെ വരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. IT-യുടെ തിയറി പരീക്ഷയ്ക്ക് ഏതാണ്ട് ഒരു 100-200ഓളം ചോദ്യങ്ങളുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നാണ് ഇങ്ങനെ 15 ചോദ്യങ്ങൾ ഓരോ കുട്ടികൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഒരു 200 ചോദ്യങ്ങൾ മൊത്തം ഉണ്ടോ, അതിൽ നിന്ന് ഒരു 15 ചോദ്യം വെച്ച് ഓരോരുത്തർ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. പല കുട്ടികൾക്കും സെയിം ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. ഈ ഒരു 200 ചോദ്യങ്ങൾ, IT ചോദ്യങ്ങൾ, തിയറി ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് മെയിൻ എക്സാമിന് വലിയ ഗുണമുണ്ടാവും. കാരണം ഏകദേശം ആ ചോദ്യങ്ങളിൽ പലതും റിപ്പീറ്റ് ചെയ്യാൻ വലിയ സാധ്യതയുണ്ട്. മുൻ വർഷങ്ങളിലേക്കുള്ള ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതയുണ്ട് ആ ചോദ്യങ്ങളിൽ പലതും റിപ്പീറ്റ് ചെയ്ത് വരാൻ. അതുമാത്രമല്ല വരിക, അതല്ലാത്ത ചോദ്യങ്ങൾ വരും, പക്ഷേ ഈ ചോദ്യങ്ങൾ ഒരുപാട് വരും. ഇനി പ്രാക്ടിക്കലാണെങ്കിലും ഈ മോഡൽ പരീക്ഷയിൽ വന്നിട്ടുള്ള പ്രാക്ടിക്കൽ ചോദ്യങ്ങളോട് സാമ്യമുള്ള അല്ലെങ്കിൽ ഏകദേശം അതേ ടൂളുകളൊക്കെ ഉപയോഗിച്ച് ചെയ്യേണ്ട മറ്റൊരു വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വേറുള്ളത്. സോ IT മോഡൽ പരീക്ഷ കഴിഞ്ഞ് IT മോഡൽ പരീക്ഷയിൽ വന്നിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ബാങ്കിൽപ്പെട്ട എല്ലാ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നതോട് കൂടിയിട്ട് മെയിൻ എക്സാമിന് നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർഡ് ആവും. സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ഈ തിയറി ചോദ്യങ്ങളെല്ലാം 200ഓളം തിയറി ചോദ്യം അത് ഒന്നിച്ച് നിങ്ങൾക്ക് കിട്ടില്ല. കാരണം നിങ്ങൾക്ക് ആ 15 ചോദ്യത്തിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയും. പക്ഷേ മിക്കപ്പോഴും സംഭവിക്കാറുള്ളത്, ഈ മോഡൽ എക്സാം കഴിയുമ്പോഴേക്കും വിവിധ വെബ്സൈറ്റുകളോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും, തിയറി പരീക്ഷ വന്നിട്ട് എല്ലാ ചോദ്യങ്ങളും കളക്ട് ചെയ്തിട്ട് ഒരു PDF ആക്കിയിട്ടോ അല്ലെങ്കിൽ പ്രിൻ്റഡ് ആക്കിയിട്ടോ അല്ലെങ്കിൽ ഒരു ബുക്ക് രൂപത്തിലോ കുട്ടികൾ കൊടുക്കും. ഇതെല്ലാം കുട്ടികൾ പഠിക്കും. പിന്നെ എല്ലാ പ്രാക്ടിക്കലും IT-ക്ക് വന്ന എല്ലാ കുട്ടികൾക്കും കൂടി വന്ന എല്ലാ പ്രാക്ടിക്കലും കുട്ടികളെ ഒന്ന് ചെയ്യാൻ പഠിപ്പിക്കും. അല്ലെങ്കിൽ അവരത് വീഡിയോകളിലൂടെയൊക്കെ നമ്മുടെ ചാനലൊക്കെ എന്തായാലും നിങ്ങൾക്ക് നൽകും. മോഡലിന് വന്ന ചോദ്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഈ രീതിയിൽ ചാനലുകളിലായാലും സ്കൂളുകൾ അതൊക്കെ പഠിപ്പിക്കും. അങ്ങനെ നിങ്ങൾ IT മെയിൻ എക്സാമിന് പ്രിപ്പയർഡ് ആവും. ഈ രീതിയിലാണ് പലപ്പോഴും കുട്ടികൾ IT-യിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ ഒരു പക്ഷേ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല എന്ന് കരുതി നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചാൽ തന്നെ തിയറി ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ മോഡലിൽ വന്ന പല ചോദ്യങ്ങളും വന്നേക്കാം, പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ആ ടെക്സ്റ്റ് ബുക്കൊക്കെ ഒന്ന് വായിച്ച് നിങ്ങളുടേതായ രീതിയിൽ പ്രിപ്പറേഷൻ നൽകുക. പിന്നീട് മോഡലിൽ വന്ന ചോദ്യങ്ങൾ പരമാവധി പഠിച്ച് ചെയ്തും അല്ലെങ്കിൽ തിയറി ചോദ്യങ്ങളല്ലാതെയും പ്രാക്ടിക്കൽ ചെയ്തും ഒക്കെ നിങ്ങൾ പഠിച്ചാൽ ഒന്നും പേടിക്കേണ്ട. നിങ്ങളുടെ ആദ്യത്തെ A+ ഫെബ്രുവരി 1st വീക്കിൽ IT എക്സാം കഴിയുമ്പോൾ തന്നെ രജിസ്റ്റർ ആവും. സോ ഞങ്ങൾ കൂടെ ഉണ്ടാവും. നിങ്ങളും അതിനൊപ്പിച്ച് പഠിക്കുക, ഒപ്പം നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.